ഉമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വീറ്റ് ബട്ടർ നാൻ ആണ്. അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തൈര് പുളിക്കാത്ത തൈരായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെണ്ണ കൂടി ചേർത്താൽ മാത്രമേ നമ്മുടെ നാൻ നല്ല ക്രിസ്പായിട്ട് കിട്ടുകയുള്ളൂ. വെണ്ണ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇത് എല്ലാം ഇട്ടൊന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് വെജ് കടായി കറി ഉണ്ടാക്കാം. വെജ് കടായി കറിക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യമുള്ള മസാല പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പെരുംജീരകം, കുരുമുളക്, ജീരകം, മല്ലി, ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ച് മാറ്റി വയ്ക്കാം. ഈ കറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് മസാലപ്പൊടിയൊക്കെ നമ്മൾ നേരത്തെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് ടിഫിനിലും അതുപോലെ തന്നെ ദോശയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. ഇതിന് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളൊക്കെ തന്നെ മതിയാകും. ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം ചേർക്കുകയാണെങ്കിൽ ഒരു ഹോട്ടൽ സ്റ്റൈലിൽ ഉണ്ടാവും. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ക്രഞ്ചിനെസ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ബട്ടർ നാൻ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ മൈദ നമ്മൾ ചേർക്കുന്നില്ല, ഹെൽത്തിയും ആണല്ലോ. നമ്മളുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് ചപ്പാത്തി പരത്തുന്നത് പോലെ അല്പം കട്ടിയിൽ, ഒരുപാട് കട്ടി പാടില്ല, ഒരുപാട് തിന്നാകാനും പാടില്ല. പരത്തി 2 വശവും ഒന്ന് ചുട്ടെടുക്കണം. ഇതിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്നില്ല, നമ്മളിത് ചുട്ടതിന് ശേഷം എണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. നല്ല ക്രിസ്പായിട്ടുണ്ടാകും. ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റുകൾ പറയൂ.